പ്രിയപ്പെട്ടവരെ, ഞാൻ ദിപു. ഒരു വ്യത്യസ്തമായ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ടോപ്പിക്ക് മറ്റൊന്നുമല്ല, ഒരു ബിസിനസ്സുകാരൻ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഒരു ബിസിനസ്സുകാരെക്കുറിച്ച് മറ്റുള്ളവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും, അതാണ് ടോപ്പിക്ക്. ഈ ടോപ്പിക്ക് സംസാരിക്കുന്നതിന് മുന്നേ നമുക്ക് ബിസിനസ് എന്താണ് എന്നുള്ളത് ചെറുതായിട്ട് ഒരു ഷോർട്ട് ഫോമിൽ പറയാം. അതായത്, ഒരു സൊസൈറ്റീൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഒരാൾ തൻ്റെ ചുറ്റുമുള്ളവർക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ ചെയ്യുക, അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും തരത്തിലുള്ള സർവീസ്, ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുക, ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് നാം ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബിസിനസ്സുകാരന് വേണ്ടിയിരിക്കുന്ന കുറച്ച് ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അതിലൊന്നാണ് അയാൾക്ക് ഒരു സംരംഭകത്വ ചിന്ത ഉണ്ടായിരിക്കണം എന്നുള്ളത്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അയാൾ ഒന്നുമില്ലാത്തടത്ത് നിന്ന് ഒരു റിസോഴ്സ് അയാൾ സംഘടിപ്പിക്കുകയും ആ സംഘടിപ്പിച്ച റിസോഴ്സിൽ നിന്ന് എന്തെങ്കിലും ഒരു ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യാൻ കഴിവുള്ളവനായിരിക്കും ഒരു സംരംഭകൻ. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അയാൾ കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കും. എന്തൊക്കെയാണ് ഒരു നാട്ടിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയങ്ങളിൽ എന്തൊക്കെയാണ് ഒരു പ്രോബ്ലംസ് ഉണ്ടാകുന്നത്, ആ പ്രോബ്ലംസിന് എന്താണ് അതിൻ്റെ സൊല്യൂഷൻസ്, ആ സൊല്യൂഷൻസ് കണ്ടുപിടിച്ചിട്ട് അതിനെ മാർക്കറ്റ് ചെയ്യുക. ആ മാർക്കറ്റ് ചെയ്യുന്നത് വഴി അയാളുടെ ഒരു സ്പേസ് മാർക്കറ്റിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കുക. പിന്നെ കയ്യിലുള്ള പ്രൊഡക്റ്റിനെ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഇത്രയൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് ചെയ്യുമ്പോഴാണ് അയാൾ ഒരു ബിസിനസ്സുകാരനായിട്ട് മാറുന്നത്. ഒന്നുകൂടെ പറയാം, ശരിക്കും ശ്രദ്ധിച്ചോ. അയാളുടെ കയ്യിൽ കുറച്ച് ചെറിയ എന്തെങ്കിലും റിസോഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ റിസോഴ്സിനെ നല്ല രീതിയിൽ അയാൾ ഉപയോഗിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അയാൾ പ്രോബ്ലംസ് കണ്ടുപിടിച്ച് ആ പ്രോബ്ലംസിനൊരു പരിഹാരം കണ്ടെത്തി ആ പരിഹാരത്തിന് മാർക്കറ്റ് ചെയ്ത് അയാളൊരു ട്രേഡ് മാർക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലോഗോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിന് ഒരു കമ്പനി പോലെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അയാൾ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് അയാൾ എന്ത് ചെയ്യുന്നു, അയാൾക്ക് ആ മാർക്കറ്റിൽ ഒരു സ്പേസ് കണ്ടെത്തിയിട്ട് അയാളുടെ പ്രൊഡക്റ്റ് അയാൾ വിൽക്കുകയാണ്. അതുവഴി അയാൾ ക്യാഷ് ഉണ്ടാക്കുന്നു. ഇതാണ് ഒരാൾ ചെയ്യുന്ന ബിസിനസ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന പോലെ എളുപ്പമല്ല. രണ്ട് ഓപ്ഷൻസാണ് നമ്മൾ പഠിച്ചിറങ്ങിയ കാലങ്ങളിൽ നമുക്കുണ്ടാവുക. ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ജോലിക്ക് പോകാം, അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ളൊരു ബിസിനസ് ചെയ്യാം. ജോലിക്ക് പോകുന്നവനെ സംബന്ധിച്ചിടത്തോളം അയാളെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ അയാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കൃത്യമായിട്ട് ചെയ്ത് മാസാവസാനം അല്ലെങ്കിൽ ഡെയിലി അയാൾ കൃത്യമായിട്ട് അയാളുടെ ശമ്പളം വാങ്ങി സേഫ് സോണിൽ നിന്നുകൊണ്ട് കിട്ടുന്ന ശമ്പളം കൃത്യമായിട്ട് ചിലവഴിച്ച് അതിൽ കുറച്ചൊരു ഭാഗം സേവിങ്സ് വെച്ച് അയാൾ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നതാണ് ഒരു എംപ്ലോയി ചിന്താഗതിയിലുള്ള ഒരാൾ. പക്ഷേ ബിസിനസ്സുകാരൻ അങ്ങനെയല്ല. ബിസിനസ്സുകാരൻ ഒരു ഐഡിയ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഐഡിയ അയാൾ എന്ത് ചെയ്യുന്നു, ഒരു പ്രൊഡക്റ്റാക്കി മാറ്റി ആ പ്രൊഡക്റ്റിനെ അയാൾ മാർക്കറ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എളുപ്പമല്ല ബിസിനസ് എന്ന് പറഞ്ഞാൽ. ഒരു ബിസിനസ്സുകാരന് സ്റ്റാർട്ടിങ് ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത് വളരെ കഠിനമാണ്, വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതാണ്. അയാൾ 24 മണിക്കൂറും ചോര നീരാക്കി അധ്വാനിച്ച് ചിലപ്പോൾ പട്ടിണി അടക്കുന്ന രീതിയിലേക്ക് നിന്നുകൊണ്ടായിരിക്കാം അയാൾ എന്ത് ചെയ്യുന്നത്, അയാളുടെ ബിസിനസ് വളർത്തിക്കൊണ്ട് വരുന്നത്. കാരണം എവിടെയും അയാൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടെത്തി ഫിനാൻഷ്യലായിട്ടും മാർക്കറ്റിലും എക്കണോമിക്കലായിട്ടും ഒക്കെ അയാൾക്ക് കുറേ പ്രശ്നങ്ങളുണ്ടാവും. ഫാമിലി ഉള്ള കുറേ പ്രശ്നങ്ങളുണ്ടാവും. ഇതൊക്കെ പരിഹാരം കണ്ടെത്തിയിട്ടാണ് അയാൾ എന്ത് ചെയ്യുന്നത്, അയാളുടെ ഒരു പ്രൊഡക്റ്റിനെ അയാൾ മാർക്കറ്റ് ചെയ്ത് അയാൾ സ്വന്തം ഒരു സ്പേസ് കണ്ടെത്തുന്നത്. അത്രയ്ക്കും ബുദ്ധിമുട്ടാണ് ബിസിനസ്. ഏതൊരു ബിസിനസ്സും നോർമലി ഒരു 80% ബിസിനസ്സും ആദ്യത്തെ ഒരു 3 കൊല്ലം ലോസായിരിക്കും. പിന്നെ ഒരു 4-5 കൊല്ലം എടുക്കും അന്ന് ബ്രേക്ക് ഈവണായി പ്രോഫിറ്റായി മെല്ലനെ കയറി വരാൻ. അത്രയും ദിവസം അയാൾ കഠിനമായിട്ട് പ്രവർത്തിച്ച് നല്ല രീതിയിൽ അധ്വാനിച്ചാൽ മാത്രമേ അയാൾക്ക് ആ റിസൾട്ട് എത്താൻ കഴിയുള്ളൂ. അപ്പം നമ്മൾ കാണുന്ന ബിസിനസ്സുകാരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഈ കടമകളൊക്കെ കഴിഞ്ഞ് ഒരു ലെവലിലെത്തി ക്യാഷ് ബ്രേക്ക് ഈവനൊക്കെ കഴിഞ്ഞ് ക്യാഷ് ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ആ ബിസിനസ്സുകാരെ കാണുന്നതും അവരെ മനസ്സിലാക്കുന്നതും ഒക്കെ. പക്ഷെ അതിൻ്റെ ബേക്കിൽ അയാളെടുത്ത കഷ്ടപ്പാട് ഇത് വളരെ വലുതാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം പ്രാക്ടിക്കലി നമ്മളത് അനുഭവിച്ചിട്ടുള്ളവരായിരിക്കില്ല.
അത് അനുഭവിച്ച എല്ലാ ബിസിനസ്സുകാർക്കും ഇത് മനസ്സിലാവും. അപ്പോൾ നമ്മൾക്ക് ബിസിനസ്സുകാരെ 2 കാര്യമാണ്. അവരുള്ളത് കൊണ്ടാണ് എത്രയോ ആൾക്കാർക്ക് ജോലിയുള്ളത്. അപ്പോൾ ഈ നമ്മൾ എംപ്ലോയ്മെൻറ്റ് ചെയ്യുന്നതൊക്കെ ഒരു ബിസിനസ്സുകാരനുള്ളത് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ ബഹുമാനിക്കാൻ പഠിക്കണം, നല്ല രീതിയിൽ തന്നെ ബഹുമാനിക്കണം. നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട് പല ഡിപ്പാർട്ട്മെൻറ്റും, ഇൻകം ടാക്സ് ആയിക്കോട്ടെ, GST ആയിക്കോട്ടെ, പല ഓഫീസർമാരും, അതേപോലെ തന്നെ നമ്മുടെ വില്ലേജ് ഓഫീസ്, ഇനി അതും വേണ്ട ജനപ്രതിനിധികളായിട്ടുള്ള പലരും ഓരോ ബിസിനസ്സുകാരുടെ അടുത്ത് ചെന്നിട്ട് പല രീതിയിൽ സംഭാവനകൾ വാങ്ങുക. എല്ലാവർക്കും സംഭാവന കിട്ടിയില്ലെങ്കിൽ, ഇപ്പോൾ ഓരോ ഫെയിലിയറിൽ നിൽക്കുന്ന ഒരു ബിസിനസ്സുകാരാണെങ്കിലും അവരുടെ നിന്ന് പിടിച്ചു പറിച്ച് വാങ്ങുന്ന രീതിയിലേക്ക് വാങ്ങുക, കൊടുത്തില്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക. അപ്പോൾ ഇങ്ങനെ പല സംഭവങ്ങളും നമ്മൾ ഈ നാട്ടിൽ കാണാറുണ്ട്, നമ്മുടെ ചുറ്റുവട്ടം നമ്മൾ കാണാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അയാൾ തോറ്റു കൊടുക്കാനുള്ള മനസ്സ് അയാൾക്ക് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് എല്ലാം അംഗീകരിച്ച് അയാൾ മുന്നോട്ട് പോകുന്നത്. കാരണം അങ്ങനെയെങ്കിൽ അയാൾക്ക് ജയിക്കണം എന്നുള്ള ചിന്താഗതിയായിട്ട് മുന്നോട്ട് പോകുന്നു. അത്ര കഷ്ടപ്പാടാണ് ബിസിനസ്. അതുകൊണ്ട് ഇനിയെങ്കിലും അവരെ ഉപദ്രവിക്കാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കണം. ഇനി മറ്റൊരു കാര്യം എനിക്ക് സംസാരിക്കാനുള്ളത്, ബിസിനസ്സുകാർ അറിഞ്ഞിരിക്കേണ്ടത് കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ കുറേയേറെ നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളിൽ ഒരു ബേസിക് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾക്ക് ഒരിക്കലും ഇത് നമ്മൾക്ക് അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ്, നമ്മൾക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിപ്പോകാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് അക്കൗണ്ടിങ്ങിൻ്റെ കാര്യങ്ങൾ. അതൊരു ബിസിനസ്സുകാരൻ അറിഞ്ഞിരിക്കണം. കണക്ക് കാര്യങ്ങളൊക്കെ ഒരു ബേസിക് കാര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം. നമ്മളുടെ സ്ഥാപനത്തിൻ്റെ ഡെയിലിയുള്ള വരുമാനം എത്രയാണ്, അതിൽ നിന്ന് എത്രയാണ് ചിലവായത്, ഏതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക്, ഏതൊക്കെ സ്റ്റോക്കുകളാണ് നമ്മുടെ ഡെഡായിട്ടുള്ളത്, അങ്ങനത്തെയുള്ള ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു എൻ്റർപ്രൂനറിന് കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം. സംരംഭകന് അത് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാളെ പറ്റിക്കാൻ ഒത്തിരി ആൾക്കാർ ഉണ്ടാവും. അതുകൊണ്ട് ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കണക്കിൻ്റെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. രണ്ടാമത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് നിയമവശങ്ങളുണ്ട്. അതിലൊന്നാണ് GST, രണ്ടാമത് ഇൻകം ടാക്സ്. ഇത് രണ്ടിൻ്റെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ബിസിനസ്സുകാരൻ അറിഞ്ഞിരിക്കണം. GST എന്ന് പറഞ്ഞാൽ ഗുഡ്സ് അല്ലെങ്കിൽ ടാക്സാണ്. രണ്ടും ഇൻകം ടാക്സും GSTയും ടാക്സാണ്. പക്ഷേ GSTയിൽ നമ്മൾക്ക് ഒരു സർവീസ് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഗുഡ്സ് കൊടുക്കുക, ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ കസ്റ്റമറിന് കളക്ട് ചെയ്യേണ്ട ടാക്സ്, അതാണ് GST. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് കൊടുക്കുകയോ സർവീസ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യുമ്പോൾ കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സാണ് GST ആയിട്ട് വരുന്നത്. അത് കേരളത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ കച്ചവടം ചെയ്യുന്നതെങ്കിൽ കേരളത്തിൻ്റെ ഉള്ളിൽ 2 തരത്തിലാണ് നമ്മൾ വാങ്ങുന്നത്. ടോട്ടൽ വാങ്ങുന്ന ടാക്സിൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്ന് വെച്ചാൽ ആ പെർസെൻറ്റിൻ്റെ 50% CGST ആയിട്ടും 50% SGST ആയിട്ടുമാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഇനി കേരളത്തിന് പുറത്ത് അതർ സ്റ്റേറ്റിലേക്കോ യൂണിയൻ ടെറിട്ടറീസിലേക്കോ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കളക്ട് ചെയ്യേണ്ടത് ഫുൾ എമൗണ്ട് IGST ആയിട്ടാണ് കളക്ട് ചെയ്യേണ്ടത്. പൊതുവേ നമ്മൾ സർവീസസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ 18% നമുക്ക് GST വരുന്നതെങ്കിൽ പ്രൊഡക്റ്റ് സൈസിൽ വരുമ്പോൾ ഓരോ പ്രൊഡക്റ്റിനും വ്യത്യസ്തമായ ടാക്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള നമ്മളുടെ പ്രൊഡക്റ്റ് എന്താണ്, ഈ പ്രൊഡക്റ്റിന് എത്രയാണ് നമുക്ക് ടാക്സ് വരുന്നതും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി രണ്ടാമതായിട്ട് ബേസിക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യങ്ങൾ, പിന്നെ അതേപോലെ തന്നെ GSTയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇ-വേ ബില്ലിൻ്റെ കാര്യങ്ങൾ, ഇൻവോയ്സിൻ്റെ കാര്യങ്ങൾ, ഇതിനൊക്കെ എപ്പോഴാണ് ഇതൊക്കെ ആപ്ലിക്കബിലിറ്റി വരുന്നതെന്നും എപ്പോഴാണ് നമ്മൾ ഇതൊക്കെ എടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ബേസിക് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഏതൊരു കച്ചവടക്കാരും അറിഞ്ഞിരിക്കേണ്ടത്. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. രണ്ടാമതായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കച്ചവടക്കാരൻ അയാളുടെ ലാഭത്തിൻ്റെ മീതെ അടയ്ക്കുന്ന ടാക്സാണ് ഇൻകം ടാക്സ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഒരു ഫിനാൻഷ്യൽ ഇയർ, ഒരു ഇയർ എന്ന് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏപ്രിൽ ടു മാർച്ചാണ്. അതായത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ ഉള്ള ഈ 12 മാസത്തെയാണ് നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞ ഇൻകം ടാക്സിൽ കാൽക്കുലേഷൻ പർപ്പസിന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ എന്തെല്ലാം തരത്തിലുള്ള കച്ചവടങ്ങളാണ് നമ്മൾ ചെയ്തത്, അതിൻ്റെ ഒരു സമ്മറി, ട്രാൻസാക്ഷൻ സമ്മറിയാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് P&L-ഒക്കെ ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പീരീഡിൽ ചെയ്തിട്ടുള്ള ടോട്ടൽ വരുമാനം എത്രയാണ്, അതിൽ വന്നിട്ടുള്ള ചിലവുകൾ എത്രയാണ്, ബാക്കി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ലാഭം എത്രയാണോ ആ ലാഭത്തിൻ്റെ മീതെയാണ് നമ്മൾ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടത്.
അപ്പോൾ ഇൻകം ടാക്സ് ഒരു സ്ലാബ് റേറ്റ് പ്രകാരമാണ് നമുക്ക് വരുന്നത്. അങ്ങനത്തെ ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു കച്ചവടക്കാരനായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ ബേസിക് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ലാഭത്തെക്കാളും കൂടുതൽ ചിലപ്പോൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുള്ള പോകുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാവും. അതുകൊണ്ട് ഇനിയുള്ള കാലങ്ങളിൽ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം കച്ചവടം ചെയ്യാൻ. കാരണം നിയമങ്ങൾ ഓരോ ദിവസം കൂടുമ്പോഴും വളരെ കഠിനമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു തരത്തിലും നമ്മൾക്ക് അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ എല്ലാ കച്ചവടക്കാരും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് എനിക്ക് സംസാരിക്കാൻ ഉള്ളത്. എല്ലാവർക്കും നന്ദി.